എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ വാക്കുകൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അഹന്തയ്ക്കുള്ള കനത്ത അടിയായി പോയി. അദ്ദേഹം ഡൽഹിയിൽ ഒരു ചടങ്ങിൽ വെച്ച്, അതായത് ഡൽഹി NSS എന്ന് പറയുന്ന ഒരു സംഘടന, അത് പേര് കേൾക്കുമ്പോൾ NSSൻ്റെ ഭാഗമാണെന്ന് തോന്നും. NSSുമായിട്ട് ചേർന്ന് തന്നെ തുടക്കത്തിൽ പ്രവർത്തിച്ച സംഘടന ജി സുകുമാരൻ നായരുടെ ഈ നടപടികളും നിലപാടുകളും കാരണം അവർ NSSുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. ആ സംഘടന നമ്മുടെ മന്നത്താചാര്യൻ്റെ സമുദായാചാര്യൻ ഭാരതകേസരി മന്നത്താചാര്യൻ്റെ സ്മരണാർത്ഥം ഒരു സ്മൃതി മണ്ഡപം ഒരുക്കിയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനവും മന്നത്താചാര്യൻ്റെ ശില്പത്തിൻ്റെ പ്രതിമയുടെ അനാച്ഛാദനവും അദ്ദേഹം നടത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു നല്ലൊരു അടി സുകുമാരൻ നായരുടെ അഹന്തയ്ക്ക് മേൽ കനത്ത ഒരു പ്രഹരമേൽപ്പിച്ചത്. അത് പരോക്ഷമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, എല്ലാം താനാണെന്ന് ജനറൽ സെക്രട്ടറി കരുതരുത്. മന്നത്താചാര്യനെ ആണ് നമ്മൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് നമ്മൾ ഓർക്കേണ്ടതെന്നും അദ്ദേഹമാണ് വലുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പരോക്ഷമായി സുകുമാരൻ നായരുടെ മുഖത്തിന് കനത്ത അടി കൊടുത്തിരിക്കുന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ CP രാധാകൃഷ്ണൻ പ്രസിഡൻ്റായി, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാട്ടുകാർക്കും ഇന്ത്യ മൊത്തത്തിലുള്ളവർക്ക് മന്നത്താചാര്യൻ ആരെന്നറിയാം, അദ്ദേഹം നൽകിയ സംഭാവനകളും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഭാരതകേസരി എന്ന് ഉള്ള ബഹുമതി കൊടുത്ത് ആദരിച്ചത്. അങ്ങനെയുള്ള ആചാര്യൻ്റെ സമാധിയിൽ സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി തൻ്റെ ആദരവ് പ്രകടിപ്പിക്കാൻ ഉപരാഷ്ട്രപതി ആഗ്രഹിച്ചു. എന്നാൽ സുകുമാരൻ നായർ അതനുവദിച്ചില്ല, പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ സുകുമാരൻ നായർക്കറിയില്ല, നമ്മുടെ പ്രഥമ പൗരനായ രാഷ്ട്രപതിയോ രണ്ടാമത്തെ പൗരനായ ഉപരാഷ്ട്രപതിയോ നമ്മുടെ പ്രധാനമന്ത്രിയോ ഭാരതത്തിൽ എവിടം സന്ദർശിക്കണം എന്നവർ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് ഈ സുകുമാരൻ നായർക്ക് അറിയാതെ പോയത് ഖേദകരമാണ്. അറിയണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടാകണം, അത് മറ്റൊരു കാര്യം. എന്നിരിക്കെ കൂടി വസ്തുത ഇതായിരിക്കെ, ആ മന്നത്താചാര്യൻ ഇരുന്ന ആ കസേരയെ അപമാനിക്കണ്ട എന്ന് കരുതി സുകുമാരൻ നായർ ഇത് നിഷേധിച്ചിട്ടും ഉപരാഷ്ട്രപതി അവിടെ സന്ദർശിക്കാൻ തയ്യാറായില്ല. സുകുമാരൻ നായരുടെ ഈ കൽപ്പനയ്ക്കെതിരെ അല്ല, ഞാൻ അവിടെ മന്നത്താചാര്യൻ്റെ സമാധി സന്ദർശിക്കും, അവിടെ ഞാൻ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തി എൻ്റെ ആദരവ് പ്രകടിപ്പിക്കും എന്ന് ഉപരാഷ്ട്രപതി കർശനമായി തീരുമാനിച്ചിരുന്നു എങ്കിൽ അത് അങ്ങനെ നടക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ആചാര്യനോടുള്ള ബഹുമാനം, ആചാര്യൻ ഇരുന്ന കസേരയിലാണല്ലോ ഇപ്പോൾ സുകുമാരൻ നായർ ഇരിക്കുന്നത്, ആ കസേരയോടുള്ള ബഹുമാനം, അതിനോടുള്ള ആദരവ് കാരണം ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ ഉപരാഷ്ട്രപതി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ അദ്ദേഹം മൂടിവെക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെ ജനറൽ സെക്രട്ടറി എന്താണ് വിചാരിച്ചത്? ഞാനാണ് വലുത്, എന്നെ രാഷ്ട്രപതിക്ക് ആയാലും ഉപരാഷ്ട്രപതി ആയാലും എല്ലാവർക്കും ഭയമാണ്, കണ്ടോ ഞാനാണ് ഇവിടുത്തെ രാജാവെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ അഹങ്കരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ മന്നത്താചാര്യൻ ഒരിക്കലും ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മരുമക്കളുടെ പേരിലുള്ള സംഭവമായ മരുമോൻ്റെ പേരിലുള്ള സംഭവമായാലും ഇപ്പം മോനെ അതിനകത്തിൽ എന്തോ ഡയറക്ടറാക്കിയതും മോളെ ഈ ഇതിനകത്തിലെ വലിയ ചുമതല കൊണ്ടുവന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഈ നമ്മൾ മഹാഭാരതത്തിലൊരു കഥയുണ്ടായിരുന്നു ആരെ കാളിയൻ ഭൂലോക വിഷമായിരുന്നു. നമ്മൾ ചിലരെ പറയും ഇതാണ്ട് നിൻ്റെ കാളിയനെക്കാട്ടി കൊടും വിഷമോ നിൻ്റെ എന്ന് പറയും. അതേപോലുള്ള വിഷം ആയിരുന്നു കാളിയനുണ്ടായിരുന്നത്. ആ കാളിന്തി നദിയിൽ ആ ജലം കുടിക്കാനിറങ്ങുന്ന ജീവജാലങ്ങൾ ഉൾപ്പെടെ ഈ കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തിയാൽ മരിച്ചു വീഴുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെറുപ്പത്തിൽ ഈ വിവരം അറിയുകയും കാളിയൻ്റെ അഹങ്കാരം തീർക്കണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി കാളിന്തിയിൽ പോവുകയും ആ വെള്ളത്തിൽ ഊളിയിട്ട് കാളിയൻ്റെ തലയിൽ നൃത്തമാടി അത് കാളിയൻ്റെ ആ അഹങ്കാരത്തെ ശമിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സത്യത്തിൽ അത് ഓർമ്മ വരാൻ കാരണം ഈ നമ്മുടെ ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ എന്ന കാളിയൻ്റെ ആ അഹങ്കാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു തലയിൽ ഇട്ട് കൊടുത്ത കൊട്ടായിട്ട് വേണം നമ്മൾ അതിനെ കാണേണ്ടത്. പക്ഷേ ജനറൽ സെക്രട്ടറി ആ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയോ ആ അഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരം മനസ്സിലാക്കി അത് തിരുത്താനോ തയ്യാറാകും എന്ന് ഈ സമുദായങ്ങൾക്കാർക്കും ഒരു വിശ്വാസവുമില്ല. കാരണം കാളിയൻ്റെ മനസ്സിൽ നന്മയുണ്ടായിരുന്നത് കൊണ്ട് കാളിയൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം തിരുത്തി. പക്ഷെ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ മനസ്സിൽ അങ്ങനെ ഒരു നന്മയുടെ കണിക ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വയം വിലയിരുത്തി തിരുത്താൻ തയ്യാറാകും. ഇതിപ്പോൾ പണ്ട് നമ്മുടെ ചുറ്റും ഒതുങ്ങി നിന്ന സംഭവമായിരുന്നത്. ഈ വടക്കേ ഇന്ത്യയിൽ പോലും അത്ര ശ്രദ്ധിക്കുമായിരുന്നില്ല ഈ ജനറൽ സെക്രട്ടറിയുടെ ഈ ധിക്കാരപരമായ നടപടി. ആചാര്യൻ്റെ സത്കീർത്തിക്ക് പോലും കളങ്കം വരുത്തുന്ന ആ ഒരു നടപടി, ആചാര്യനെക്കാട്ടി വലുതാണ് താനെന്ന നടപടി നമ്മുടെ കേരളത്തിൽ ഒതുങ്ങി നിന്നിരുന്ന സംഭവം ഇപ്പോൾ ഇന്ത്യ മൊത്തം അതെന്താണെന്ന് അറിയാൻ കാരണമായി, ലോകം മൊത്തം അറിയാൻ കാരണമായി. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങ് വിദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ ഉപരാഷ്ട്രപതി ഇങ്ങനെ പറയാൻ എന്താണ് കാരണം, അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് എന്താണ് കാര്യം എന്ന് തിരക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് അവർ മനസ്സിലാക്കും. മനസ്സിലാക്കി കഴിയുമ്പോൾ ആർക്കാണ് നാണക്കേട്? നമ്മുടെ NSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ് G സുകുമാരൻ നായർക്കല്ല നാണക്കേട്. NSS ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ സ്ഥാനത്തിനാണ് നാണക്കേടും മാനക്കേടും ഉണ്ടാകുന്നത്. കാരണം ഒരു വ്യക്തിയായിട്ടല്ല അവിടെ ആളുകൾ പുറം ലോകം ഇദ്ദേഹത്തിനെ കാണുന്നത്. മഹാനായ മന്നത്താചാര്യനും അതിനുശേഷം കിടങ്ങൂര് വരെയുള്ള മഹത് വ്യക്തികൾ ഇരുന്ന ആ ഒരു കസേരയാണ് ലോകം ഈ പദവിയെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പദവിക്കാണ് കളങ്കമേറ്റിരിക്കുന്നത്, മാനക്കേടുണ്ടാകുന്നത്. G സുകുമാരൻ നായർ എന്ന വ്യക്തിക്ക് ആ മാനക്കേടുണ്ടാകുകയില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. എങ്കിൽ കൂടിയും ആ മന്നത്താചാര്യൻ ഉൾപ്പെടെ ഏറ്റ മാനക്കേട് തന്നെയാണ് ഈ വാക്കുകളിലൂടെ. കാരണം അദ്ദേഹം ഉൾപ്പെടെ ഇതിനെ ഈ കസേരയിൽ നയിച്ചുകൊണ്ട് പോയതാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ആളുകൾ മന്നമോ അയാളും ഇതേപോലെ ആയിരുന്നു ജനങ്ങളോട് പ്രതികരിച്ചത്, അല്ലെ അയാളുടെ മനോഭാവം ഇതുപോലെ ആയിരുന്നു. അത് ഈ സുകുമാരൻ നായർ ആ ഒരു പാരമ്പര്യം തുടർന്നു പോയിരിക്കുന്നു എന്നേ ഉള്ളൂ. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അതേ നയം തന്നെയാണ് സുകുമാരൻ നായർ പിന്തുടരുന്നത് എന്ന്
ജനങ്ങൾ തെറ്റിദ്ധരിക്കും, ലോകം തെറ്റിദ്ധരിക്കും. അതിനുള്ള അവസരം കൂടിയാണ് ജി സുകുമാരൻ നായർ ഒരുക്കിയത്. അതായത് മന്നത്താചാര്യനെ അപമാനിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സത്കീർത്തിക്ക് കളങ്കം വരുത്തുന്ന നടപടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഉണ്ടായത്, ജനറൽ സെക്രട്ടറിയുടെ പ്രവൃത്തിയിലൂടെ ഉണ്ടായത്. ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെല്ലാം അങ്ങനെ തന്നെയാണ്. സ്വന്തം കുടുംബക്കാർക്കും മക്കൾക്കും മരുമക്കൾക്കും ബന്ധുജനങ്ങൾക്കും NSSലെ അവർക്ക് ആരൊക്കെ ജോലിയില്ലായിരിക്കും അവർക്കെല്ലാം NSSലെ ജോലി വാങ്ങിക്കൊടുക്കുന്നു. അവർക്ക് മറ്റ് എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ആചാര്യൻ എന്ത് ലക്ഷ്യമിട്ടോ, ആചാര്യൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി ആ NSSനെ ദുരുപയോഗം ചെയ്യാതെ അതിനെ ഒരു മഹാപ്രസ്ഥാനമായി വളർത്തിക്കൊണ്ട് വന്നതിന് വിരുദ്ധമായിട്ടാണ് ജി സുകുമാരൻ നായർ തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും തൻ്റെ കുടുംബത്തിലുള്ളവർ, ജ്യേഷ്ഠൻ്റെ മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും അവരുടെ ആശ്രിതർ അല്ലെ വീട്ടുവേലയ്ക്ക് നിൽക്കുന്നവർ, ഇവരോടൊക്കെ പിണിയാളുകളായി നിൽക്കുന്നവർക്കെല്ലാം ജോലിയൊക്കെ ഈ NSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ യോഗ്യത പോലും, അടിസ്ഥാന യോഗ്യത ഇല്ലാത്തവർക്ക് പോലും ഇങ്ങനെ തൊഴിൽ കൊടുത്ത്, അർഹതപ്പെട്ടവർക്ക് തൊഴിൽ നിഷേധിച്ചും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു നാണക്കേടായിട്ട് തോന്നുകയില്ല. താൻ മന്നത്താചാര്യനെക്കാട്ടിൽ വലിയ ആളാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് അദ്ദേഹം തിരുത്താൻ തയ്യാറാകും. NSSന് നഷ്ടപ്പെട്ട, താൻ മൂലം നഷ്ടപ്പെട്ട ആ സത്കീർത്തിയും താൻ വരുത്തിവെച്ച കളങ്കം കഴുകിക്കളയാനും അദ്ദേഹം തയ്യാറാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.